ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബയോ കമ്പോസ്റ്റ് ബിന്നിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കള മാലിന്യമൊക്കെ വളരെ സിമ്പിളായിട്ട് വളമാക്കി മാറ്റാനുള്ള ഒരു മെത്തേഡാണത്. അത്യാവശ്യം ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കിത് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇതിന് ഒറിജിനലായിട്ട് 2000-ൻ്റെ മേലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. റേറ്റ് കറക്റ്റ് എനിക്കറിയില്ല. നമ്മളിതിൽ പഞ്ചായത്തിൽ ഒരു 175 രൂപ അടച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അത്. ഇതിൻ്റെ ഒറിജിനൽ പേര് ബയോ കമ്പോസ്റ്റർ ബിന്നാണ്. 3 ബക്കറ്റ് വരുന്നുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് ഒരു ട്രേ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു 10 കിലോൻ്റെ ഒരു ചാക്ക് ഇനോക്കുലം കൂടി കിട്ടിയിട്ടുണ്ട്. ഇനോക്കുലം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചകിരിച്ചോറ് പോലത്തെ ഒരു ഐറ്റമാണ്. ഇതിട്ട് കഴിഞ്ഞാൽ വേസ്റ്റിൻ്റെ സ്മെല്ല് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. കണ്ട, ഇതുപോലെ ഹോളൊക്കെ ഉണ്ട്. താഴ്ഭാഗത്തും സൈഡ് ഭാഗത്തും ഒക്കെ ഇതുപോലെ ഹോളുകളുണ്ട് കേട്ടോ. അതുപോലെയുള്ള 3 ബക്കറ്റാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഒരു മൂടിയാണ്. ആ മൂടിയാണ് ആ നെറ്റ് പോലത്തത് കാണുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. താഴ്ഭാഗത്ത് ഇതിനൊരു ട്രേ കിട്ടുന്നുണ്ട്. ആ ട്രേയിൽ നമ്മളിത് വളമായി മാറുമ്പോൾ ഉണ്ടാവുന്ന വെള്ളങ്ങളൊക്കെ അതിലാണ് ഊറി കിട്ടുക. അത് നമുക്ക് ചെടിക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലോട്ട് നമുക്ക് ബക്കറ്റുകൾ അടക്കി വെക്കുക. പിന്നെ ഇതിനൊരു അടപ്പുണ്ട്. അടപ്പിൻ്റെ വെക്കുക, അതിൻ്റെ മേലെ ബക്കറ്റ് വെക്കുക. അങ്ങനെ 3 എണ്ണം അട്ടിക്ക് വെച്ച് കൊടുക്കുക. സംഭവം സൂപ്പറാണ്. നമുക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. പക്ഷേ ഇതിൽ സ്മെല്ലൊന്നും വരില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്കിതിൻ്റെ എന്താണെന്നറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും അപ്ഡേഷനൊക്കെ ഞാനൊരു 45 ദിവസം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കാരണം 45 ദിവസം കൊണ്ടാണ് ഇത് വളമായി വരിക എന്നാണ് പറയണത്. പിന്നെ ഇതിൽ പുളി ഉള്ളതൊന്നും ഇടാതിരിക്കുക. ചെറുനാരങ്ങ, അതുപോലെ മോര്, അങ്ങനത്തെ പുളി ഉള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇതിൽ ബാക്ടീരിയ ഉണ്ടല്ലോ, അത് നശിച്ചു പോവും പുളി ഉള്ളതാകുമ്പോൾ. ഇനോക്കുലത്തിലത്തെ ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകും. അതുകൊണ്ട് പുളി ഉള്ളത് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ അതിൽ വെള്ളം ഇല്ലാതെ ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ഒരു ദിവസം ഒരു നേരം തുറന്നാൽ മതി. അങ്ങനെയുള്ള രീതിയിലൊക്കെ ശ്രദ്ധിക്കുക. വെള്ളനനവ് തീരെ ഉണ്ടാവരുത് കേട്ടോ, അല്ലെങ്കിൽ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനോക്കുലം വരുന്നത്. 10 കിലോൻ്റെ ഒരു ചാക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കണ്ട, ഇതാണ് ഇതിൻ്റെ ഒരു കാണുമ്പോൾ ചകിരിച്ചോറൊക്കെ പോലത്തെ ഒരു ഐറ്റമാണ്. ഇതിട്ട് കൊടുത്തിട്ട് ബക്കറ്റിൻ്റെ താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു ബക്കറ്റ് ഫുള്ളാവണ വരെ ചെയ്യുക. ആ ഹോളില്ലേ, ആ ഹോള് ഫുള്ളാവണ വരെ നമുക്കിതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ബക്കറ്റ് താഴോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള ബക്കറ്റ് മേലോട്ട് കൊണ്ടുവരിക. അങ്ങനെ നമുക്കിത് മാറ്റി മാറ്റി എടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ 45 ദിവസം കൊണ്ട് ഇത് വളമായിട്ട് മാറും. അപ്പോൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും എന്നാണ്. പിന്നെ മീൻ വേസ്റ്റ്, ഇറച്ചി വേസ്റ്റ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. വെറും വെജിറ്റബിൾസിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ നോക്കിയിട്ട് പഴത്തിൻ്റെ തൊലിയൊക്കെ നമ്മൾ ഇടുമ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. വലിയ വലിയ തൊലിയായിട്ട് ഇടാണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വേഗം കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനോക്കുല ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട്, ഞാനിപ്പോൾ ഉള്ളിത്തോലൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പഴത്തിൻ്റെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം അത് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ ഫുഡ് വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്നും ഒരേ ടൈമിൽ തന്നെ ഓപ്പൺ ചെയ്ത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഇനോക്കുല അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളിത്തോല്, അതുപോലെ പച്ചക്കറിയുടെ തോടിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ നനവ് ഇല്ലാതെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ ഇത് സ്മെല്ല് വരും എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് സ്മെല്ലില്ലാതെ കിട്ടാൻ വേണ്ടി ഇത് ഞാൻ വെക്കുന്നത് വർക്ക് ഏരിയയിലാണ് കേട്ടോ.
അപ്പോൾ സ്മെല്ലുണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരണ്ട്. നമുക്ക് പുറത്ത് നായ്ക്കളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ തട്ടിയിടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വർക്ക് ഏരിയയിലാണ് വെക്കണത്. അപ്പോൾ ഇനോക്കുലം ഇടണോണ്ട് സ്മെല്ലുണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇതാ പച്ചക്കറി ഇട്ട് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലെ ഇനോക്കുലം വെതറി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കുക. ആ ഹോളുള്ള ഭാഗമില്ലേ അത് ഫില്ലാവണ വരെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ബക്കറ്റ് താഴ്ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ബക്കറ്റ് മേലോട്ട് കൊണ്ടുവരിക. അപ്പോൾ 45 ദിവസത്തിന് ശേഷം ഈ താഴെയുള്ള ബക്കറ്റ് ഇട്ടത് നമുക്ക് യൂസ് ചെയ്യാം വളമായിട്ട്. ഇതിൻ്റെ ഇടയിൽ താഴെ ട്രേയിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് കളക്ട് ചെയ്തിട്ട് പച്ചവെള്ളം കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊരു നല്ല വളം തന്നെയാണ്. അതിനുശേഷം ഇതിങ്ങനെ മൂടി വെച്ച് കൊടുക്കുക. വെള്ളം ഒന്നും വീഴാത്തൊരു സ്ഥലത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് വെള്ളമൊന്നും ആവാതെ സൂക്ഷിക്കണം. അപ്പം നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും താങ്ക് യു, ബൈ.